ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ട്, അതായത് കേരളത്തിലെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ നമുക്ക്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: തളിയറോഡ് സമരത്തിൻ്റെ മുഖ്യ ആസൂത്രകൻ ആരായിരുന്നു? തളിയറോഡ് സമരത്തിൻ്റെ മുഖ്യ ആസൂത്രിതൻ ആരായിരുന്നു? തളിയറോഡ് സമരത്തിൻ്റെ മുഖ്യ ആസൂത്രൻ എന്നറിയപ്പെടുന്നത് സി കൃഷ്ണനാണ് അല്ലേ. സി കൃഷ്ണനാണ് തളിയറോഡ് സമരത്തിൻ്റെ മുഖ്യ ആസൂത്രകൻ എന്ന് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം: റാണി സന്ദേശം രചിച്ചതാരാ? റാണി സന്ദേശം രചിച്ചത് ആരാ? ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പനാട്ടോ. സഹോദരൻ അയ്യപ്പനാണ്. റാണി സന്ദേശം രചിച്ചതാരാ? സഹോദരൻ അയ്യപ്പനാണ്. അടുത്ത ചോദ്യം: നടുവത്തമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാ? നടുവത്തമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരായിരുന്നു? നടുവത്തമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി കുറുമ്പൻ ദൈവത്താൻ അല്ലെ. കുറുമ്പൻ ദൈവത്താനാണ് നടുവത്തമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരള നവോത്ഥാന നായകൻ. അടുത്ത ചോദ്യം: 1947 പാലിയം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ജാഥ നയിച്ചതാരാ? 1947 പാലിയം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ജാഥ നയിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ എ ആര്യപള്ളമാണ് അല്ലേ. ആര്യപള്ളമാണ് 1947 പാലിയം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ജാഥ നയിച്ച വ്യക്തിയാണ് ആര്? ആര്യപള്ളം. ഇനി ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം ഏതാണ്? ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം ഏതായിരുന്നു? ഏത് വർഷം ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ കണ്ടുമുട്ടുന്നത്? 1922 കേട്ടോ. 1922 ആരൊക്കെ തമ്മിൽ കണ്ടുമുട്ടുന്നത്? ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഇനി ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ പ്രസ്താവന: സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. രണ്ടാമത്തത്: സാധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷം 1915. 3. പുലയ ലഹള നയിച്ച നേതാവാണ് അയ്യങ്കാളി. 4. പുലയ ലഹള നടന്ന വർഷം 1907. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കുക. 4 പ്രസ്താവനകളുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാ? ഒന്നാമത്തെ പ്രസ്താവന: സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആര് തന്നെയാണ്? അയ്യങ്കാളി തന്നെയാണ്. രണ്ടാമത്: സാധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷം 1915 ആണോ? തെറ്റാണ്. 1915 ഏത് വർഷമായിരുന്നു സാധുജന പരിപാലന സംഘം? 1907 ഏത് സ്ഥാപിതമാകുന്നത്? സാധുജന പരിപാലന സംഘം സ്ഥാപിതമാകുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. മൂന്നാമത്തത്: പുലയ ലഹള നയിച്ച നേതാവാണ് അയ്യങ്കാളി. പുലയ ലഹള നയിച്ചത് ആര് തന്നെയാണ്? അയ്യങ്കാളി തന്നെയാണ്. ശരിയാണ്. നാലാമത്തെ പ്രസ്താവന: പുലയ ലഹള നടന്ന വർഷം 1907. ശരിയാണോ? 1907 പുലയ ലഹള നടക്കുന്നത്? അല്ലല്ലേ. 1915 ഏത് നടക്കുന്നത്? പുലിയ ലഹള നടക്കുന്നത്. അപ്പോൾ ഈ 2 വർഷങ്ങൾ എന്ത് ചെയ്തതാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടതാണ് കേട്ടോ. അപ്പോൾ സാധുജന പരിപാലന സംഘം സ്ഥാപിതമായത് 1907 പുലിയ ലഹള നടന്ന വർഷം 1915. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയുള്ളൂ? 1ഉം 3ഉം ആണ് ഏത് ശരിയായിട്ടുള്ള പ്രസ്താവനകളുള്ളൂ. അപ്പോൾ 2ഉം 4ഉം എന്താ തെറ്റ്? വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം: ഏത് വർഷമാണ് ആത്മവിദ്യാസംഘം സ്ഥാപിതമായത്? ഏത് വർഷമാണ് ആത്മവിദ്യാസംഘം സ്ഥാപിതമായത്? ഏത് വർഷം ആത്മവിദ്യാസംഘം സ്ഥാപിതമാകുന്നത്? 1917 അല്ലേ. 1917 ഏത് സ്ഥാപിതമാകുന്നത്? ആത്മവിദ്യാസംഘം. ആരാ സ്ഥാപിക്കുന്നത്? വാഗ്ഭടാനന്ദൻ സ്ഥാപിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം: ഏത് വർഷമാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത്? ഏത് വർഷമാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത് എന്നായിരുന്നു? 2014 നവംബർ 23 കേട്ടോ. 2014 നവംബർ 23 ആരെ കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്. അടുത്ത ചോദ്യം: AV കുട്ടിമാളു അമ്മ മലബാർ ജില്ലയിൽ നിന്നുള്ള സാമാജികയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണ്? AV കുട്ടിമാളു അമ്മ മലബാർ ജില്ലയിൽ നിന്നുള്ള സാമാജികയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണ്?
ഏത് വർഷമായിരുന്നു? 1936 1936 ആര് തിരഞ്ഞെടുക്കുന്നത്? AV കുട്ടിമാളു അമ്മ. എവിടുന്ന? മലബാറിൽ നിന്ന്. ഇനി അടുത്ത ചോദ്യം, എവിടെ വെച്ചായിരുന്നു അയ്യത്താൻ ഗോപാലൻ ജനിച്ചത്? എവിടെയാണ് അയ്യത്താൻ ഗോപാലൻ ജനിച്ച സ്ഥലം? എവിടെയാ? ഓപ്ഷൻ എ തലശ്ശേരിയിലാണ് കേട്ടോ. തലശ്ശേരിയിലാണ് ആര് ജനിക്കുന്നത്? അയ്യത്താൻ ഗോപാലൻ ജനിക്കുന്നത്. ഇനി 1908 സി കൃഷ്ണൻ ആരംഭിച്ച ബാങ്ക് ഏതാണ്? 1908 സി കൃഷ്ണൻ സ്ഥാപിച്ച ബാങ്ക് ഏതാണ്? കാലിക്കറ്റ് ബാങ്ക് ആണ് കേട്ടോ. കാലിക്കറ്റ് ബാങ്ക് ആരാ സ്ഥാപിക്കുന്നത്? കാലിക്കറ്റ് ബാങ്ക് സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? സി കൃഷ്ണനാണ് കാലിക്കറ്റ് ബാങ്ക് സ്ഥാപിക്കുന്നത്. അടുത്ത ചോദ്യം, തൈക്കാട് അയ്യയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഒരു 5 കൃതികൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് തൈക്കാട് അയ്യയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? 1 പഴനി വൈഭവം, 2 രാമായണ ബാലകാണ്ഡം, 3 രാമായണം പാട്ട്, 4 ആദിഭാഷ, 5 രാമായണം ബാലകാണ്ഡം. ഇതിലേതൊക്കെയാണ് തൈക്കാട് അയ്യയുടെ പ്രധാന കൃതികൾ? ഏതൊക്കെയാ? 1 പഴനി വൈഭവം, ആരതാ? തൈക്കാട് അയ്യയുടെ തന്നെയാണ്. രാമായണ ബാലകാണ്ഡം, ആരതാ? തൈക്കാടയ്യ. രാമായണം പാട്ട്, ആദിഭാഷ ആരതാ? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് അല്ലേ? ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് അത് ആദിഭാഷ എന്ന് പറയുന്നത്. അടുത്തത് രാമായണം ബാലകാണ്ഡം അതാര് തന്നെയാണ്? തൈക്കാട് അയ്യയുടെ കൃതിയാണ്. അപ്പോൾ 1, 2, 3, 5 1, 2, 3, 5 ഓപ്ഷൻ ബി ആണല്ലേ വരിക. അപ്പോൾ ആദിഭാഷ ആരതാ? ചട്ടമ്പി സ്വാമികളുടേതാണ്. ബാക്കിയൊക്കെ ആരത് തന്നെയാണ്? തൈക്കാട് അയ്യയുടെ കൃതികളാണ്. ഏതൊക്കെയാ? പഴനി വൈഭവം, രാമായണം ബാലകാണ്ഡം, രാമായണം പാട്ട്, രാമായണം ബാലകാണ്ഡം. ഇനി അടുത്ത ചോദ്യം, കേരളത്തിൽ ചുവരെഴുത്ത് സമ്പ്രദായം ആരംഭിച്ചതാരാണ്? ആരായിരുന്നു കേരളത്തിൽ ചുവരെഴുത്ത് സമ്പ്രദായം ആരംഭിക്കുന്നത്? കുറുമ്പൻ ദൈവത്താനാണ് കേട്ടോ. കുറുമ്പൻ ദൈവത്താനാണ് കേരളത്തിൽ എന്താരംഭിക്കുന്നത്? ചുമരെഴുത്ത് സമ്പ്രദായം ആരംഭിക്കുന്നത്. ചുമരെഴുത്ത് സമ്പ്രദായം ആരാ? കുറുമ്പൻ ദൈവത്താന്. ഇനി ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ചത് എത്ര അംഗങ്ങളാണ്? ഈഴവ മെമ്മോറിയൽ എത്ര പേരാണ് ഒപ്പുവെച്ചത്? എത്രയാ? 13, 17, 6 അല്ലേ? 13, 17, 6 13, 17, 6. ഏതാ? ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ചവരുടെ എണ്ണം എത്രയാ? 13, 17, 6 13, 17, 6 ഓർത്തു വെക്കുക. 13, 17, 6. ഇനി ഈഴവ സമാജം സ്ഥാപിച്ച വ്യക്തി ആരാണ്? ഈഴവ സമാജം സ്ഥാപിച്ചത് ആരാ? TK മാധവനാണ് കേട്ടോ. TK മാധവനാണ് ഏത് സ്ഥാപിക്കുന്നത്? ഈഴവ സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? TK മാധവൻ. ഇനി ആത്മവിദ്യാസംഘത്തിന്റെ വനിതാ വിഭാഗം ആലപ്പുഴയിൽ രൂപീകരിച്ച വ്യക്തി ആരാണ്? ആത്മവിദ്യാസംഘത്തിന്റെ വനിതാ വിഭാഗം ആലപ്പുഴയിൽ രൂപീകരിച്ചതാരാണ്? ആരായിരുന്നു? കെ ദേവയാനിയാണ് കേട്ടോ. കെ ദേവയാനി. എന്താ ക്വസ്റ്റ്യൻ? ആത്മവിദ്യാസംഘത്തിന്റെ വനിതാ വിഭാഗം എവിടെയാ? ആലപ്പുഴയിൽ സ്ഥാപിച്ചത് കെ ദേവയാനിയാണ്. ഇനി ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് ചേരൂർ വിപ്ലവം, മഞ്ചേരി കലാപം, കുളത്തൂർ കലാപം, മട്ടന്നൂർ കലാപം. ഈ വർഷങ്ങളിൽ 1843, 1849, 1851, 1852. ഏതൊക്കെയാ? ചേരൂർ വിപ്ലവമുണ്ട്, മഞ്ചേരി വിപ്ലവമുണ്ട്, കുളത്തൂർ കലാപമുണ്ട്, മട്ടന്നൂർ കലാപമുണ്ട്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്യുക. അതിന് ശേഷം ആൻസർ കണ്ടെത്തിയിട്ട് പിന്നെ ഓൺ ചെയ്താൽ മതി. ഏതാ ഇതിൻ്റെ ആൻസർ വരിക? ചേരൂർ കലാപം ഏതാ വർഷം? 1843 തന്നെയാണ് കേട്ടോ. 1843 തന്നെയാണ് ഏത്? ചേരൂർ കലാപം. മഞ്ചേരി കലാപം നടന്ന വർഷം ഏത് തന്നെയാ? 1849. മഞ്ചേരി കലാപം നടന്ന വർഷം 1849. പിന്നെ കുളത്തൂർ കലാപം 1851 തന്നെ. കുളത്തൂർ കലാപം 1851. മട്ടന്നൂർ കലാപം 1852. മട്ടന്നൂർ കലാപം 1852. ചേരൂർ വിപ്ലവം 1843, മഞ്ചേരി കലാപം 1849, കുളത്തൂർ കലാപം 1851, മട്ടന്നൂർ കലാപം 1852. അപ്പോൾ ഓപ്ഷൻ ഡി ആവര 1A, 2B, 3C, 4D. ഇനി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബാല്യകാല നാമം എന്തായിരുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ
ബാല്യകാലനാമം എന്തായിരുന്നു? ഗോവിന്ദൻകുട്ടി എന്നായിരുന്നു കേട്ടോ. ഗോവിന്ദൻകുട്ടി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബാല്യകാലനാമം എന്താ? ഗോവിന്ദൻകുട്ടി എന്നാണ്. ഗോവിന്ദൻകുട്ടി ആരതാ? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബാല്യകാലനാമമാണിത് ഗോവിന്ദൻകുട്ടി. ഇനി ആരുടെ കൃതിയാണ് കേരളത്തിലെ ദേശനാമങ്ങൾ എന്നത്? ആരുടെ കൃതിയാണ് കേരളത്തിലെ ദേശനാമങ്ങൾ? ആരുടെ കൃതിയായിരുന്നു കേരളത്തിലെ ദേശനാമങ്ങൾ എന്ന് പറയുന്നത്? ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് ഇത് കേരളത്തിലെ ദേശനാമങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ആരുടെ കൃതിയാ? കേരളത്തിലെ ദേശനാമങ്ങൾ. ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് ഇത് കേരളത്തിലെ ദേശനാമങ്ങൾ. ഇനി കേരളത്തിലെ ഏത് ജില്ലയിലാണ് അടുത്തിടെ വാഗ്ഭടാനന്ദ പാർക്ക് സ്ഥാപിതമായത്? കേരളത്തിലെ ഏത് ജില്ലയിലാണ് വാഗ്ഭടാനന്ദ പാർക്ക് സ്ഥാപിതമായത്? എവിടെയാ? കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിലാണ് വാഗ്ഭടാനന്ദ പാർക്ക് നിലവിൽ വന്നത്. ഇനി ഏത് വർഷമാണ് കെ കേളപ്പൻ്റെ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട സ്റ്റാമ്പ് പുറത്തിറങ്ങിയത്? കെ കേളപ്പൻ്റെ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം ഏത് വർഷമായിരുന്നു? 1990 1990 ഏത് വരുന്നത്? കെ കേളപ്പൻ്റെ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട സ്റ്റാമ്പ് പുറത്തിറങ്ങുന്നത്. ഇനി ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 1. ആഗമാനന്ദൻ്റെ ജന്മസ്ഥലം ചവറ കൊല്ലത്താണ്. 2. ആദ്യകാലനാമം കൃഷ്ണൻ നമ്പൂതിരി എന്നാണ്. 3. ആഗമാനന്ദ സ്വാമികൾ ആരംഭിച്ച മാസികയാണ് വാൽമീകി രാമായണം. 4. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടുപിടിക്കാം. ഏതൊക്കെയാ? ഒന്നാമത്തത് ആഗമാനന്ദന്റെ ജന്മസ്ഥലം എവിടെയാ? ചവറ കൊല്ലത്താണ്. ആദ്യകാല നാമം എന്തായിരുന്നു? കൃഷ്ണൻ നമ്പൂതിരി എന്ന് തന്നെയായിരുന്നു. മൂന്നാമത്തെ പ്രസ്താവന ആഗമാനന്ദ സ്വാമികൾ ആരംഭിച്ച മാസികയാണ് വാൽമീകി രാമായണം. ശരിയാണോ? തെറ്റാണല്ലേ? തെറ്റാണ്. എന്തായിരുന്നു ആഗമാനന്ദ സ്വാമികൾ ആരംഭിച്ച നമ്മൾ പഠിക്കുന്ന മാസിക? പ്രബുദ്ധ കേരളം അല്ലേ? പ്രബുദ്ധ കേരളമാണ് അദ്ദേഹത്തിൻ്റെ മാസിക എന്നറിയപ്പെടുന്നത്. അപ്പോൾ അത് മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. 4. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആരാ? ആഗമാനന്ദ സ്വാമികളാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാ? 1, 2, 4 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പോൾ ആഗമാനന്ദൻ്റെ ജന്മസ്ഥലം എവിടെയാ? ചവറ. ചവറ ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. ആദ്യകാല നാമം കൃഷ്ണൻ നമ്പൂതിരി എന്നാണ്. പിന്നെ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണല്ലേ? അദ്ദേഹം ആരംഭിച്ച മാസിക ഏതാ? ആരംഭിച്ച മാസിക പ്രബുദ്ധ കേരളം എന്ന കാര്യം ഓർത്ത് വെക്കുക. സനാതന വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചതാരാ? ആഗമാനന്ദ സ്വാമികൾ തന്നെയാണ്. ഇനി കെ ദേവയാനി ഏത് സമരത്തിൻ്റെ സമരനായികയാണ് അറിയപ്പെടുന്നത്? കെ ദേവയാനി ഏത് സമരത്തിൻ്റെ സമരനായികയായിട്ട് അറിയപ്പെടുന്നത്? കെ ദേവയാനി കരിവള്ളൂർ സമരം അല്ലേ? കരിവള്ളൂർ സമരത്തിൻ്റെ നായികയായിട്ട് അറിയപ്പെടുന്നത് ആരാ? കെ ദേവയാനിയാണ്. ഇനി 1ാം കേരള നിയമസഭയിൽ പി കെ ചാത്തൻ മാസ്റ്റർ പ്രതിനിധീകരിച്ച നിയോജക മണ്ഡലം ഏതാ? 1ാം കേരള നിയമസഭയിൽ പി കെ ചാത്തൻ മാസ്റ്റർ പ്രതിനിധീകരിച്ച നിയോജക മണ്ഡലം ഏതായിരുന്നു? ചാലക്കുടിയാണ് അല്ലേ? ചാലക്കുടി. 1ാം കേരള നിയമസഭയിൽ പി കെ ചാത്തൻ മാസ്റ്റർ പ്രതിനിധീകരിച്ച മണ്ഡലമാണേത്? ചാലക്കുടി. ഇനി ഏത് വർഷമാണ് ശുഭാനന്ദ ഗുരുദേവൻ ആത്മബോധോദയ സംഘം രൂപീകരിച്ചത്? ഏത് വർഷമാണ് ശുഭാനന്ദ ഗുരുദേവന് ആത്മബോധോദയ സംഘം രൂപീകരിച്ചത്? ഏത് വർഷം? 1932 കേട്ടോ. 1932 ഏതാ? പിന്നെ ആത്മബോധോദയ സംഘം ആരാ സ്ഥാപിക്കുന്നത്? ശുഭാനന്ദ ഗുരുദേവൻ. വർഷം ഓർത്ത് വെക്കുക, 1932. അപ്പോൾ ശുഭാനന്ദ ഗുരുദേവൻ ആരംഭിച്ച ആത്മബോധോദയ സംഘം ഏത് വർഷം രൂപീകരിക്കുന്നത്? 1932. ഇനി എ കെ ഗോപാലൻ ഗുജറാത്ത് പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വർഷം ഏതാണ്? എ കെ ഗോപാലൻ ഗുജറാത്ത് പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വർഷം ഏതാണ്? ഏത് വർഷം? 1956 കേട്ടോ. 1956 എ കെ ഗോപാലൻ ഗുജറാത്ത് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നത്. ഇനി പ്രസ്താവനകൾ പരിശോധിച്ചിട്ട് ശരിയായത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ശരിയായതാണ് വേണ്ടത്. 1. ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എറണാകുളത്ത് ഹോസ്റ്റൽ ആരംഭിച്ച നവോത്ഥാന നായകനാണ് അയ്യത്താൻ ഗോപാലൻ. 2. ദളിതരുടെ വിദ്യാഭ്യാസത്തിനായിട്ട് കോഴിക്കോട് ചന്തവർക്കർ എലിമെൻ്ററി സ്കൂൾ സ്ഥാപിച്ചതും അയ്യത്താൻ ഗോപാലനാണ്. അപ്പോൾ ഈ 2 പ്രസ്താവനകൾ എന്ത് ചെയ്യുക? നിങ്ങൾ ശരിയായിട്ടുള്ളത് ഏതാണെന്നുള്ളത് കണ്ടെത്തുക.
ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഒന്നാമത്തെ എന്തായിരുന്നു? ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എറണാകുളത്ത് ഹോസ്റ്റൽ ആരംഭിച്ച നവോത്ഥാന നായകനാണ് അയ്യത്താൻ ഗോപാലൻ. അയ്യത്താൻ ഗോപാലൻ ശരിയാണോ? ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എറണാകുളത്ത് ഹോസ്റ്റൽ ആരംഭിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു? KP വള്ളോനാണ് കേട്ടോ. ഇതല്ല അയ്യത്താൻ ഗോപാലൻ എല്ലാവരും KP വള്ളോനാണ്. KP വള്ളോനാണ് ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എറണാകുളത്ത് ഹോസ്റ്റൽ സ്ഥാപിച്ച നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന ആരാ? KP വള്ളോനാണ്. ഒന്നാമത്തെ തന്നെ തെറ്റാണ്. രണ്ടാമത്തത് ദളിതരുടെ വിദ്യാഭ്യാസത്തിനായിട്ട് കോഴിക്കോട് ചന്തവർക്കർ എലമെൻ്ററി സ്കൂൾ സ്ഥാപിച്ചത് അയ്യത്താൻ ഗോപാലനാണ്. അതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഒന്നാമത്തത് ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എറണാകുളത്ത് ഹോസ്റ്റൽ ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാ? KP വള്ളോനാണ്. ദളിതരുടെ വിദ്യാഭ്യാസത്തിനായിട്ട് കോഴിക്കോട് ചന്തവർക്കർ എലമെൻ്ററി സ്കൂൾ സ്ഥാപിച്ചത് അത് അയ്യത്താൻ ഗോപാലൻ തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്, ബി ശരിയാണ്. എ തെറ്റാണ്, ബി ശരിയാണ്. ഏതാ ഇതിൽ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി അല്ലേ? പ്രസ്താവന ബി ശരിയാണ്, എ തെറ്റാണ്. ഇനി അടുത്ത ചോദ്യം, താലി കേസുമായി ബന്ധമുള്ള നവോത്ഥാന നായിക ആരാണ്? താലി കേസുമായി ബന്ധമുള്ള നവോത്ഥാന നായിക ആരാ? ലളിത പ്രഭു ആണ് കേട്ടോ. ഓപ്ഷൻ എ ലളിത പ്രഭു. എന്ത് കേസുമായിട്ടാ? താലി കേസുമായി ബന്ധമുള്ള നവോത്ഥാന നായികയാണ് ആര്? ലളിത പ്രഭു. ഇനി പ്രഭുക്കന്മാരുടെ പൂഴ്ത്തിവെപ്പിനെതിരെ മലബാറിൽ നടന്ന സമരം ഏതാണ്? പ്രഭുക്കന്മാരുടെ നെല്ല് പൂഴ്ത്തിവെപ്പിനെതിരെയൊക്കെ മലബാറിൽ നടന്ന സമരം ഏതായിരുന്നു? കരിവള്ളൂർ സമരമാണ് അല്ലെ? കരിവള്ളൂർ സമരം. പ്രഭുക്കന്മാരുടെ പൂഴ്ത്തിവെപ്പിനെതിരെ മലബാറിൽ നടന്ന സമരമാണ് ഇത്, കരിവള്ളൂർ സമരം. ഇനി സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചതാരാ? സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചത് ആരായിരുന്നു? അയ്യത്താൻ ഗോപാലനാണ് കേട്ടോ. ഓപ്ഷൻ ഡി അയ്യത്താൻ ഗോപാലൻ. സാരഞ്ജിനി പരിണയം അതുപോലെ സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചതാരാ? അയ്യത്താൻ ഗോപാലനാണ്. ഇനി ശിവയോഗി വിലാസം പുറത്തിറങ്ങിയ വർഷം ഏതാണ്? ശിവയോഗി വിലാസം പുറത്തിറങ്ങിയ വർഷം ഏതാണ്? ഏത് വർഷ? 1914ലാണ് ശിവയോഗി വിലാസം പുറത്തിറങ്ങുന്നത്. 1914ലാണ് ശിവയോഗി വിലാസം പുറത്തിറങ്ങുന്നത്. ഇനി നമ്പൂതിരിയെ മനുഷ്യനാവുക ഏത് സഭയുടെ മുദ്രാവാക്യമായിരുന്നു? നമ്പൂതിരിയെ മനുഷ്യനാകുക എന്നത് ഏത് സഭയുടെ മുദ്രാവാക്യമാണ്? ഏതിൻ്റെ മുദ്രാവാക്യമായിരുന്നു? നമ്പൂതിരിയെ മനുഷ്യനാവുക എന്ന് പറയുന്നത് യോഗക്ഷേമ സഭ അല്ലെ? VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ച യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യമായിരുന്നു എന്ത്? നമ്പൂതിരിയെ മനുഷ്യനാകുക എന്നത്. ഇനി അടുത്ത ചോദ്യം, ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അതായത് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1. CV കുഞ്ഞിരാമൻ്റെ ജന്മസ്ഥലം മയ്യനാടാണ്. 2. CV കുഞ്ഞിരാമൻ 1911 സ്ഥാപിച്ച പത്രമാണ് മിതവാദി. 3. മിതവാദി ദിനപത്രമായിട്ട് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1940. അപ്പോൾ ഈ 3 പ്രസ്താവനകളിൽ ശരി അല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? അപ്പോൾ ശരിയല്ലാത്ത പ്രസ്താവന അല്ലേ? ഒന്നാമത്തത് CV കുഞ്ഞിരാമൻ്റെ ജന്മസ്ഥലം മയ്യനാടാണ്. ശരിയാണോ? ശരിയാണ് അല്ലേ? കൊല്ലം ജില്ലയിലെ മയ്യനാടാണ് ആര് ജനിക്കുന്നത്? CV കുഞ്ഞിരാമൻ ജനിക്കുന്നത്. രണ്ടാമത്തത് CV കുഞ്ഞിരാമൻ 1911 സ്ഥാപിച്ച പത്രമാണ് ഇത് മിതവാദി എന്നത്. ശരിയാണോ? 1911 CV കുഞ്ഞിരാമൻ ഏതാ ആരംഭിക്കുന്നത്? കേരള കൗമുദിയാണ് കേട്ടോ. കേരള കൗമുദിയാണ്. CV കുഞ്ഞിരാമൻ 1911 ആരംഭിച്ച പത്രം ഏതാന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ കേരള കൗമുദിയാണ്. കേരള കൗമുദിയാണ് 1911 ആര് സ്ഥാപിക്കുന്നത്? CV കുഞ്ഞിരാമൻ സ്ഥാപിക്കുന്നത്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. 3. മിതവാദി ദിനപത്രമായിട്ട് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1940. അതും എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഏതാ? മിതവാദി അല്ല. ഏതാ? കേരള കൗമുദിയാണ്. കേരള കൗമുദിയാണ് ദിനപത്രമായിട്ട് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷമാണ് ഇത് 1940. അപ്പം 2ഉം 3ഉം എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ശരിയാണ്. CV കുഞ്ഞിരാമൻ്റെ ജന്മസ്ഥലം എവിടെയാ? കൊല്ലം ജില്ലയിലെ മയ്യനാടാണ് അല്ലേ? കൊല്ലം ജില്ലയിലെ മയ്യനാട് ജനിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? CV കുഞ്ഞിരാമൻ.
കേരള കൗമുദി പത്രം സ്ഥാപിച്ചത് CV കുഞ്ഞിരാമൻ. വർഷം 1911 കേരള കൗമുദി പത്രം സ്ഥാപിക്കുന്നത് CV കുഞ്ഞിരാമൻ 1911. അതുപോലെ കേരള കൗമുദി പത്രം അച്ചടിച്ചത് എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവർണ പ്രകാശം പ്രസ് എന്ന് പറയും കേട്ടോ. സുവർണ പ്രകാശം പ്രസ് എവിടെയാ? മയ്യനാട് തന്നെയാണ്. കൊല്ലം ജില്ലയിലെ മയ്യനാട് തന്നെയുള്ള പ്രസ്സാണ് ഇത് സുവർണ പ്രകാശം പ്രസ്. അവിടെ നിന്നാണ് ഏത് പത്രം അച്ചടിക്കുന്നത്? കേരള കൗമുദി പത്രം അച്ചടിക്കുന്നത്. അതുപോലെ തീയൻ എന്ന തൂലികാനാമത്തിൽ ഹാസ്യലേഖനങ്ങൾ എഴുതിയിരുന്ന വ്യക്തിയാണ് ആര്? CV കുഞ്ഞിരാമൻ. തീയൻ എന്ന് കേട്ടോ. തീയൻ എന്ന തൂലികാനാമത്തിൽ ഹാസ്യലേഖനങ്ങൾ എഴുതിയിരുന്ന വ്യക്തിയാണ് ആര്? CV കുഞ്ഞിരാമൻ. അതുപോലെ തീയർക്ക് നല്ലത് ബുദ്ധമതം തന്നെയാണ് എന്ന ലേഖനം രചിച്ചതാരാന്ന് വെച്ചാൽ CV കുഞ്ഞിരാമൻ തന്നെയാണ്. തീയർക്ക് നല്ലത് ബുദ്ധമതം തന്നെയാണ്, തീയർക്ക് നല്ലത് ബുദ്ധമതം തന്നെയാണ് എന്ന ലേഖനം രചിച്ചതാരാ? CV കുഞ്ഞിരാമനാണ്. അതുപോലെ PS ഇടക്കിടക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അഭിപ്രായം ഇരുമ്പുലക്കയല്ല, അഭിപ്രായം ഇരുമ്പുലക്കയല്ല എന്ന് പ്രസ്താവിച്ച വ്യക്തി ആരാന്ന് വെച്ചാൽ ആരാ? CV കുഞ്ഞിരാമനാണ്. അതുപോലെ തന്നെ ഒരു മാസിക ചോദിക്കാറുണ്ട്. സുനന്ദിനി എന്ന മാസിക, സുനന്ദിനി എന്ന മാസിക ആരംഭിച്ചത് ആര് തന്നെയാ? CV കുഞ്ഞിരാമൻ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? സുനന്ദിനി എന്ന മാസിക ആരംഭിച്ചതാരാ? CV കുഞ്ഞിരാമൻ. അഭിപ്രായം ഇരുമ്പുലക്കയല്ല എന്ന് പ്രസ്താവിച്ചതും CV കുഞ്ഞിരാമൻ. അഭിപ്രായം ഇരുമ്പുലക്കയല്ല എന്ന് പ്രസ്താവിച്ചതും CV കുഞ്ഞിരാമൻ. തീയർക്ക് നല്ലത് ബുദ്ധമതം തന്നെയാണ് എന്ന ലേഖനം രചിച്ചതാരാ? അതും CV കുഞ്ഞിരാമൻ. തീയൻ എന്ന തൂലികാനാമത്തിൽ ഹാസ്യലേഖനങ്ങൾ എഴുതിയിരുന്നത് CV കുഞ്ഞിരാമൻ. കേരള കൗമുദി എന്ന പത്രം 1911 ആരംഭിച്ചത് CV കുഞ്ഞിരാമൻ. കേരള കൗമുദി പത്രം അച്ചടിച്ചത് സുവർണ പ്രകാശം പ്രസ് എവിടെയാ? മയ്യനാട്, കൊല്ലം. മയ്യനാട് തന്നെയാണ് ആര് ജനിക്കുന്നതും? CV കുഞ്ഞിരാമൻ ജനിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, NSSന്റെ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? NSSന്റെ സ്ഥാപക പ്രസിഡന്റ് ആരായിരുന്നു? NSSന്റെ സ്ഥാപക പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ D K കേളപ്പൻ അല്ലെ? K കേളപ്പൻ ആയിരുന്നു NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് K കേളപ്പനും NSSന്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? മന്നത്ത് പത്മനാഭനും. അതുപോലെ NSSന്റെ ആദ്യത്തെ ട്രഷറർ പനങ്ങോട്ട് കേശവ പണിക്കർ. അപ്പം 3 പേരെ പഠിച്ചു. NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് K കേളപ്പൻ, NSSന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ, NSSന്റെ ആദ്യത്തെ ട്രഷറർ ആരാ? പനങ്ങോട്ട് കേശവ പണിക്കറുമാണ്. ഇനി അടുത്ത ചോദ്യം, ഏത് വർഷമാണ് സ്വദേശാഭിമാനി പത്രം പുറത്തിറങ്ങിയത്? ഏത് വർഷമാണ് സ്വദേശാഭിമാനി പത്രം പുറത്തിറങ്ങിയത്? ഏത് വർഷമായിരുന്നു? 1905 ജനുവരി 19 1905 ജനുവരി 19 ഏത് സ്വദേശാഭിമാനി പത്രം പുറത്തിറങ്ങുന്നത്. ഇനി നമ്പൂതിരിയെ മനുഷ്യനാകുക ഏത് സഭയുടെ മുദ്രാവാക്യമാണ്? നമ്പൂതിരിയെ മനുഷ്യനാകുക ഏതിൻ്റെ ആയിരുന്നു? നമ്മൾ പറഞ്ഞിരുന്നു തോന്നില്ല, അത് യോഗക്ഷേമ സഭ അല്ലെ? യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യമായിരുന്നു ഇത് നമ്പൂതിരിയെ മനുഷ്യനാവുക എന്നത്. ഇനി ആദ്യമായിട്ട് മൂടുപടം ബഹിഷ്കരിച്ച് പൊതുവേദിയിലെത്തിയ നമ്പൂതിരി ആരാണ്? ആദ്യമായിട്ട് മൂടുപടം ബഹിഷ്കരിച്ച് പൊതുവേദിയിലെത്തിയ നമ്പൂതിരി ആരായിരുന്നു? പാർവതി മനഴിയാണ് കേട്ടോ. പാർവതി മനഴി. ഓപ്ഷൻ B പാർവതി മനഴി. ചോദ്യം എന്താ? ആദ്യമായിട്ട് മൂടുപടം ബഹിഷ്കരിച്ചിട്ട് പൊതുവേദിയിലെത്തിയ നമ്പൂതിരി സ്ത്രീയാണ് ആര്? പാർവതി മനഴി. ഇനി പ്രസ്താവനകൾ പരിശോധിച്ചിട്ട് ശരിയായത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. അൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, അൽ അമീൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി, അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡികളെന്ന് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ എന്താ? അൽ ഇസ്ലാം. ആരാ അൽ ഇസ്ലാം സ്ഥാപിക്കുന്നത്? പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് എന്ന. അൽ ഇസ്ലാം ആരതാ ശരിക്ക്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ് കേട്ടോ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ് ഇത് അൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഒന്നാമത്തത് തെറ്റാണ്. രണ്ടാമത്തത് അൽ അമീൻ ആരാ? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെയാണ്. അപ്പോൾ രണ്ടാമത്തതും തെറ്റാണ്. 1ഉം 2ഉം എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്തതാണ്. മൂന്നാമത്തത് അൽ ഹിലാൽ ആരത് തന്നെയാ? മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ തന്നെയാണ്. അപ്പം അൽ ഇസ്ലാം ആരാ? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അൽ അമീൻ ആരാ? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ ഓപ്ഷൻ C അല്ലേ ഇവരല്ലേ? ഓപ്ഷൻ Aയും Bയും തെറ്റാണ്. C എന്താണ്? ശരിയായതുമാണ്. ഇനി വള്ളുവ നാട്ടിലെ കീഴാള സ്ത്രീകളോട് കല്ലുമാല ഉപേക്ഷിച്ച് ബ്ലൗസ് ധരിക്കാൻ ആഹ്വാനം ചെയ്തതാരാണ്?
വള്ളുവനാട്ടിലെ കീഴാള സ്ത്രീകളോട് കല്ലുമാല ഉപേക്ഷിച്ചിട്ട് ബ്ലൗസ് ധരിക്കാൻ ആഹ്വാനം ചെയ്തതാരാം? ആരായിരുന്നു? ആര്യപള്ളമാട്ടോ. ഓപ്ഷൻ ഡി ആര്യപള്ളമാണ്. അടുത്ത ചോദ്യം, കർഷക തൊഴിലാളികളുടെ മിത്രം എന്നറിയപ്പെടുന്നത് ആരാം? താര് എന്നല്ല, കർഷക തൊഴിലാളികളുടെ മിത്രം എന്നറിയപ്പെടുന്നത് ആരാം? കർഷക തൊഴിലാളികളുടെ മിത്രം എന്നറിയപ്പെടുന്നത് ആരാ? വാഗ്ഭടാനന്ദനാണ് കേട്ടോ. ഓപ്ഷൻ എ വാഗ്ഭടാനന്ദനാണ്. എന്താ അറിയപ്പെടുന്നത്? വാഗ്ഭടാനന്ദൻ അറിയപ്പെടുന്നത് കർഷക തൊഴിലാളികളുടെ മിത്രം എന്നറിയപ്പെടുന്ന ആരാ? വാഗ്ഭടാനന്ദനാണ്. കർഷക തൊഴിലാളികളുടെ മിത്രം ആരാ? വാഗ്ഭടാനന്ദൻ. പണ്ഡിറ്റ് കറുപ്പൻ സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ചത് എവിടെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ചത് എവിടെയാണ്? എവിടെയാ? ഓപ്ഷൻ ഡി തേവരയിലാണ് കേട്ടോ. തേവരയിലാണ്. പണ്ഡിറ്റ് കറുപ്പൻ സുധർമ്മ സൂര്യോദയ സഭ എവിടെയാ? തേവരയിലാണ്. ഇനി വീട്ടിയുടെ ആദ്യത്തെ കഥാസമാഹാരം ഏതാണ്? വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം ഏതായിരുന്നു? രജനീരംഗമാണ് അല്ലേ? ഓപ്ഷൻ ബി രജനീരംഗം. രജനീരംഗം വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ ആദ്യത്തെ കഥാസമാഹാരമാണ് ഇത്, രജനീരംഗം. ഇനി പ്രസ്താവന പരിശോധിച്ചിട്ട് ശരിയായത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ഒന്നാമത്തത്, ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത് തോട്ടക്കാട്ട് മാധവി അമ്മയാണ്. ഓപ്ഷൻ ബി, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച തിരുവിതാംകൂറിലെ ആദ്യത്തെ മാസികയാണ് ശ്രീമതി എന്ന് പറയുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഏതൊക്കെയാ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഒന്നാമത്, ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത് തോട്ടക്കാട്ട് മാധവി അമ്മയാണ്. ശരിയാണോ? തെറ്റാണ്. ആരാ? അന്നാചാണ്ടിയുടെ മാസികയാണ് ഇത് ശ്രീമതി എന്ന് പറഞ്ഞിട്ട്. അന്നാചാണ്ടി ആരംഭിച്ച മാസികയാണ് ഇത് ശ്രീമതി. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. രണ്ടാമത്തെ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച തിരുവിതാംകൂറിലെ ആദ്യത്തെ മാസികയാണ് ഇത് ശ്രീമതി എന്ന് പറയുന്നത്. അതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പക്ഷേ ശ്രീമതി എന്ന മാസിക ആരംഭിക്കുന്നത് ആരാ? അത് അന്നാചാണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ എന്താണ്? തെറ്റാണ്. ബി എന്താണ്? ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആ വരുന്നത്. പ്രസ്താവന ബി ശരിയാണ്, ഓപ്ഷൻ എ തെറ്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നവഭാരത ശില്പി എന്ന കൃതി രചിച്ചതാരാം? നവഭാരത ശില്പി എന്ന കൃതി രചിച്ചതാരാം? നവഭാരത ശില്പി ആരാ? കെ പി കേശവമേനോനാണ്. ഓപ്ഷൻ എ കെ പി കേശവമേനോൻ. നവഭാരത ശില്പി എന്ന കൃതി രചിച്ചതാരാ? കെ പി കേശവമേനോനാണ്. ഇനി തോൽവിറക് സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരാ? തോൽവിറക് സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആരാ? ഓപ്ഷൻ സി കാർത്യായനി അമ്മ അല്ലെ? കാർത്യായനി അമ്മയാണ്. തോൽവിറക് സമരത്തിന് നേതൃത്വം നൽകിയതാരാ? കാർത്യായനി അമ്മയാണ്. ഇനി അന്തർജന സമാജം രൂപീകരിക്കുന്നതിന് മുൻകൈയെടുത്ത വനിതയാരാ? അന്തർജന സമാജം രൂപീകരിക്കുന്നതിന് മുൻകൈയെടുത്ത വനിതയാരാ? ആരായിരുന്നു? പാർവതി നെന്മേനി മംഗലമാട്ടോ. പാർവതി നെന്മേനി മംഗലം. അന്തർജന സമാജം രൂപീകരിക്കുന്നതിന് മുൻകൈയെടുത്ത വനിതയാണ് ആര്? പാർവതി നെന്മേനി മംഗലം. ഇനി ബിലാത്തി വിശേഷം ആരുടെ യാത്രാ വിവരണം? ബിലാത്തി വിശേഷം എന്നത് ആരുടെ യാത്രാ വിവരണം? ആരതായിരുന്നു? കെ പി കേശവമേനോൻ അല്ലെ? കെ പി കേശവമേനോന്റെ യാത്രാ വിവരണമാണ് ഇത് ബിലാത്തി വിശേഷം. ഇനി മണി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാ? മണി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരായിരുന്നു? വേലുക്കുട്ടി അരയനാണ് അല്ലെ? ഓപ്ഷൻ ഡി വേലുക്കുട്ടി അരയനാണ്. മണി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ നവോത്ഥാന നായകനാണ് ആര്? വേലുക്കുട്ടി അരയൻ. ഇനി എ കെ ജിയുടെ മലബാർ ജാഥ എവിടെ നിന്നും എങ്ങോട്ടായിരുന്നു? എ കെ ജിയുടെ മലബാർ ജാഥ എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു? കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്കായിരുന്നു അല്ലെ? കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്കായിരുന്നു ഏത്? നമ്മുടെ എ കെ ജിയുടെ മലബാർ ജാഥ. മലബാർ ജാഥ എവിടെ നിന്ന് എങ്ങോട്ടാ? കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്കായിരുന്നു. ഇനി പ്രസ്താവന പരിശോധിച്ചിട്ട് ശരിയായത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. വജ്രസൂചി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ട എഴുത്തുകാരനാണ് കെ പി വള്ളോന്. രണ്ടാമത്തത്, തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസികയാണ് മിതവാദി മാസിക. ഓപ്ഷൻ സി 1907 തലശ്ശേരിയിൽ നിന്നും മിതവാദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ടി കെ മാധവനാണ്. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് കണ്ടെത്തുക. ഏതൊക്കെ? ഒന്നാമത്തത്, വജ്രസൂചി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന എഴുത്തുകാരൻ കെ പി വള്ളോനാണ്. ശരിയാണോ?
തെറ്റാണ് അല്ലേ. ആരായിരുന്നു വജ്രസൂചി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത്? മൂർക്കോത്ത് കുമാരനാണ് അല്ലേ. മൂർക്കോത്ത് കുമാരനാണ് വജ്രസൂചി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ്. രണ്ടാമത്തത് തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസികയാണ് ഏത്? മിതവാദി മാസിക. ശരിയാണല്ലേ. തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസിക ഏതാണ്? മിതവാദി മാസികയാണ്. 1907 തലശ്ശേരിയിൽ നിന്നും മിതവാദി പത്രം പ്രസിദ്ധീകരിച്ചത് TK മാധവനാണ്. ശരിയാണോ? തെറ്റാണ് അല്ലേ. ആരായിരുന്നു മിതവാദി എന്ന പത്രം ആരംഭിച്ചത്? ആരായിരുന്നു? മൂർക്കോത്ത് കുമാരനാണ് കേട്ടോ. മൂർക്കോത്ത് കുമാരനാണ്. അപ്പം വജ്രസൂചി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് മൂർക്കോത്ത് കുമാരനാണ്. അതുപോലെ 1907 തലശ്ശേരിയിൽ നിന്നും മിതവാദി എന്ന പത്രം പ്രസിദ്ധീകരിക്കുന്നത് ആര് തന്നെയാണ്? മൂർക്കോത്ത് കുമാരൻ തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആട്ടോ വരിക. ഏതൊക്കെയാണ് വരിക? പ്രസ്താവന ബി ശരിയാണ്. എയും സിയും എന്താണ്? തെറ്റായിട്ടുള്ളതാണ്. ഇനി ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചതാരാണ്? ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? സരോജിനി നായിഡു ആണ്. ഓപ്ഷൻ ഡി സരോജിനി നായിഡു ആണ്. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചതാരാ? സരോജിനി നായിഡു ആണ്. ഇനി ദക്ഷിണായനം രചിച്ചതാരാ? ദക്ഷിണായനം എന്ന കൃതി രചിച്ചത് ആരാ? ദക്ഷിണായനം രചിച്ചത് ഓപ്ഷൻ ബി ആണ്. VT ഭട്ടതിരിപ്പാടാണ് കേട്ടോ. VT ഭട്ടതിരിപ്പാടാണ് ഏത് രചിക്കുന്നത്? ദക്ഷിണായനം രചിച്ചത്. ഇനി മദ്രാസ് അസംബ്ലിയിലേക്ക് 2 പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആരാ? തന്നിരിക്കുന്നതിൽ മദ്രാസ് അസംബ്ലിയിലേക്ക് 2 പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആരായിരുന്നു? AV കുട്ടിമാളു അമ്മയാട്ടോ. AV കുട്ടിമാളു അമ്മ. മദ്രാസ് അസംബ്ലിയിലേക്ക് 2 പ്രാവശ്യം ഇലക്ട് ചെയ്ത വനിതയാണ് ആര്? AV കുട്ടിമാളു അമ്മ. ഇനി സിംഹളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? സിംഹളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരായിരുന്നു? CV കുഞ്ഞിരാമൻ ആട്ടോ. CV കുഞ്ഞിരാമൻ. എന്നാൽ സിംഹം എന്നറിയപ്പെടുന്നത് ആരാ? അത് C കേശവൻ അല്ലെ. സിംഹം എന്നറിയപ്പെടുന്നത് C കേശവനാണ്. എന്നാൽ സിംഹളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ചോദിച്ചാൽ ആരാ? അത് CV കുഞ്ഞിരാമനാണ്. ഇനി ശരി അല്ലാത്ത പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ശരിയല്ലാത്ത പ്രസ്താവന 1. മലബാർ ഇക്കണോമിക് യൂണിയൻ ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 2. മുസ്ലിം എന്ന പേരിൽ മലയാള മാസിക പ്രസിദ്ധീകരിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 3. 1918 മൗലവി ആരംഭിച്ച അറബി മലയാള മാസികയാണ് ദീപിക. 4. മൗലവി രചിച്ച വിശുദ്ധ ഖുർആന്റെ മലയാള പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസികയാണ് അൽ ഇസ്ലാം. ഇതിലേതൊക്കെയാണ് ശരി അല്ലാത്തത്? തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ? 1. മലബാർ ഇക്കണോമിക് യൂണിയൻ ആരംഭിച്ചത് ആരാ? ഡോക്ടർ പൽപു ആണ്. അപ്പോൾ തെറ്റാണ്. രണ്ടാമത്തത് മുസ്ലിം എന്ന പേരിൽ മലയാള മാസിക പ്രസിദ്ധീകരിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ശരിയാണോ? ശരിയാണ് അല്ലേ. മുസ്ലിം എന്ന പേരിൽ മലയാള മാസിക പ്രസിദ്ധീകരിക്കുന്ന ആരാ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1918 മൗലവി ആരംഭിച്ച അറബി മലയാള മാസികയാണ് ദീപിക. തെറ്റാണ്. ഏതാ? അറബി മലയാള മാസിക അൽ ഇസ്ലാം ആട്ടോ. അൽ ഇസ്ലാം. 1918 മൗലവി ആരംഭിച്ച അറബി മലയാള മാസിക ഏതാ? അൽ ഇസ്ലാം ആണ്. 4. പ്രസ്താവന മൗലവി രചിച്ച വിശുദ്ധ ഖുർആന്റെ മലയാളം പരിഭാഷ പ്രസിദ്ധീകരിച്ച ആ മാസിക അൽ ഇസ്ലാമാണ്. അതെന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഏതായിരുന്നു? ദീപികയിലാണ് അല്ലേ. മലയാള പരിഭാഷ എന്തിൻ്റെ? ഖുർആന്റെ മലയാള പരിഭാഷ പ്രസിദ്ധീകരിക്കുന്ന ഏതിലായിരുന്നു? ദീപികയിലാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1ാമത്തെ തെറ്റാണ്, 3 തെറ്റാണ്, 4 തെറ്റാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആ വരിക. 1, 3, 4 എന്നിവ എന്താണ്? തെറ്റാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് മലബാർ എക്കണോമിക് യൂണിയൻ ആരംഭിക്കുന്നത് ഡോക്ടർ പൽപു ആണ്. അതുപോലെ 1918 മൗലവി ആരംഭിച്ച അറബി മലയാള മാസിക ഏതാണ്? അൽ ഇസ്ലാം ആണ്. മൗലവി രചിച്ച വിശുദ്ധ ഖുർആന്റെ മലയാള പരിഭാഷ പ്രസിദ്ധീകരിച്ചത് ഏതിലായിരുന്നു? ദീപികയിലാണ്. ഇനി ദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപക എഡിറ്റർ ആരാ? ദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപക എഡിറ്റർ ആരായിരുന്നു? TK നാരായണൻ ആട്ടോ. TK നാരായണൻ. ദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാ? TK നാരായണനാണ്. ഇനി ഹരിജന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ശബരി ആശ്രമം സ്ഥാപിച്ചതാരാണ്? ഹരിജന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ശബരി ആശ്രമം സ്ഥാപിച്ചത് ആരായിരുന്നു?
ടി ആർ കൃഷ്ണസ്വാമി അയ്യരാട്ടോ. ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ഹരിജന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ശബരി ആശ്രമം സ്ഥാപിച്ചതാരാ? ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ്. ഇനി മലബാറിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആരായിരുന്നു? മലബാറിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആരായിരുന്നു? കെ പി കേശവമേനോൻ അല്ലേ? ഓപ്ഷൻ എ കെ പി കേശവമേനോന്. മലബാറിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആരായിരുന്നു? കെ പി കേശവമേനോനാണ്. ഇനി കനലെരിയും കാലം ആരുടെ ആത്മകഥയാണ്? കനലെരിയും കാലം ആരുടെ ആത്മകഥയാണ്? ആരതാ? കൂത്താട്ടുകുളം മേരിയാണ്. ഓപ്ഷന് കൂത്താട്ടുകുളം മേരി. കനലെരിയും കാലം ആരുടെ ആത്മകഥയാ? കൂത്താട്ടുകുളം മേരി. ഇനി പ്രസ്താവന പരിശോധിച്ചിട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തത് 1935 മാവേലിക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ക്ഷേത്രപ്രവേശന നിവേദനം സമർപ്പിക്കുവാൻ പദയാത്ര സംഘടിപ്പിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ്. ഓപ്ഷൻ ബി ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്നും ഗുജറാത്തിലെ സബർമതി ആശ്രമം വരെ പദയാത്ര സംഘടിപ്പിച്ചത് ആനന്ദ തീർത്ഥനാണ്. അപ്പോൾ ഈ രണ്ട് പ്രസ്താവന ഉള്ളത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഏതൊക്കെയാ ശരിയായിട്ടുള്ളത്? ഒന്നാമത്തത് 1935 മാവേലിക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ക്ഷേത്രപ്രവേശന നിവേദനം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പദയാത്ര സംഘടിപ്പിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ്. ശരിയാണ്. രണ്ടാമത്തത് ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്ന് ഗുജറാത്തിലെ സബർമതി ആശ്രമം വരെ പദയാത്ര സംഘടിപ്പിച്ചത് ആനന്ദ തീർത്ഥനാണ്. ഈ രണ്ട് പ്രസ്താവനകൾ എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്തത് അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എന്ന കൃതി രചിച്ചതാരാണ്? അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എന്ന കൃതി രചിച്ചത് ആരാ? ഓപ്ഷൻ ഡി ഭാരതി ഉദയഭാനു. അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എന്ന കൃതി രചിച്ചതാരാ? ഭാരതി ഉദയഭാനു ആണ്. ഇനി കൊച്ചിയിൽ നിന്നുള്ള ആദ്യത്തെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാ? കൊച്ചിയിൽ നിന്നുള്ള ആദ്യത്തെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാ? ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പനാണ് അല്ലെ. കൊച്ചിയിൽ നിന്നുള്ള ആദ്യത്തെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന ആരാ? പണ്ഡിറ്റ് കറുപ്പനാണ്. ഇനി അയ്യങ്കാളിയും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം ഏതാണ്? അയ്യങ്കാളിയും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം ഏത് വർഷം? 1937. 1937 ആരൊക്കെ തമ്മിൽ കണ്ടുമുട്ടുന്നത്? അയ്യങ്കാളിയും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഇനി താഴെ പറയുന്നതിൽ എ വി കുട്ടിമാളു അമ്മയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. കുട്ടിമാളു അമ്മയുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന. ഒന്ന് മദ്രാസ് പ്രസിഡൻസിയിൽ വിദ്യാഭ്യാസം. ഓപ്ഷൻ ബി കോഴിക്കോട് അനാഥ മന്ദിരം, ബാലമന്ദിരം തുടങ്ങിയവ സ്ഥാപിക്കുന്നതിൽ നേതൃത്വം നൽകി. ഓപ്ഷൻ സി മലയാള മനോരമ പത്രത്തിന്റെ ഭരണസമിതി അംഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആനക്കര വടക്കത്ത് തറവാട്ടിൽ ജനനം. ഇതിലേതൊക്കെയാണ്? ഇതിൽ ഒരു പ്രസ്താവന എന്താ? എ വി കുട്ടിമാളു അമ്മയുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റാണ്. അതേതാന്ന് കണ്ടെത്തുക. ഏതാ തെറ്റായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ സി ആട്ടോ തെറ്റായിട്ടുള്ള പ്രസ്താവന. മലയാള മനോരമ പത്രത്തിന്റെ ഭരണസമിതി അംഗമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളത് തെറ്റാണ് കേട്ടോ. അപ്പോൾ ശരിയായിട്ടുള്ള ഒന്നുകൂടി വായിച്ചു തരാം. മദ്രാസ് പ്രസിഡൻസിയിലാണ് വിദ്യാഭ്യാസം നേടിയത്. കോഴിക്കോട് അനാഥ മന്ദിരം, ബാലമന്ദിരം തുടങ്ങിയവ സ്ഥാപിക്കുന്നതിൽ നേതൃത്വം നൽകിയിട്ടുണ്ട്. വീട്ടുപേരെന്താ? ആനക്കര വടക്കത്ത് തറവാട്ടിലാണ് അവർ ജനിക്കുന്നത്. ഇനി പ്രസ്താവന പരിശോധിച്ചിട്ട് ശരിയായത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തത് മറക്കുട ബഹിഷ്കരണ യാത്രക്ക് ആര്യവള്ളത്തിനോടൊപ്പം നേത്രനിരയിലുണ്ടായിരുന്ന നവോത്ഥാന നായികയാണ് പാർവതി നെന്മേനി മംഗലം. ഓപ്ഷൻ ബി വി ടി ഭട്ടതിരിപ്പാട് നിർദ്ദേശത്തെ തുടർന്നാണ് ആര്യവള്ളം മറക്കുട ബഹിഷ്കരണ യാത്രക്ക് നേതൃത്വം നൽകിയത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഇതൊക്കെ ശരിയായിട്ടുള്ള. ഒന്നാമത്തത് മറക്കുട ബഹിഷ്കരണ യാത്രക്ക് ആര്യവള്ളത്തിനോടൊപ്പം നേത്രനിരയിലുണ്ടായിരുന്ന നവോത്ഥാന നായികയാണ് ആര്? പാർവതി നെന്മേനി മംഗലം. ശരിയാണ്. വി ടി ഭട്ടതിരിപ്പാട് നിർദ്ദേശത്തെ തുടർന്നാണ് ആര്യവള്ളം എന്ത് ചെയ്യുന്നത്? മറക്കുട ബഹിഷ്കരണ യാത്രക്ക് നേതൃത്വം നൽകുന്നത്. രണ്ട് പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ്. ഇനി സാംസ്കാരിക സംഘടനയായ വിദ്യാപോഷിണി സ്ഥാപിച്ചതാരാണ്? വിദ്യാപോഷിണി എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? ആരാ? സഹോദരൻ അയ്യപ്പനാട്ടോ. സഹോദരൻ അയ്യപ്പനാണ്. സാംസ്കാരിക സംഘടനയായിട്ടുള്ള വിദ്യാപോഷിണി സ്ഥാപിച്ചതാരാ? സഹോദരൻ അയ്യപ്പനാണ്. ഇനി ഏത് വർഷമാണ് യാചനയാത്ര നടന്നത്? യാചനയാത്ര നടന്ന വർഷം ഏതാണ്? എന്നായിരുന്നു? 1931 അല്ലേ? യാചനയാത്ര നടന്ന വർഷം ഏതാ?
1931 അല്ലേ? കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ നടത്തിയ 7 ദിവസം നടത്തിയ കാൽനട പ്രചരണ ജാഥയാണ് ഇത് യാചനയാത്ര എന്ന് പറയും. വർഷം 1931. ഇനി തോൽവിറക് സമരം നടന്ന വർഷം ഏതാണ്? തോൽവിറക് സമരം നടന്ന വർഷം എന്നായിരുന്നു? 1946 നവംബർ 15-നാണ്. 1946 നവംബർ 15-നാണ്. 1946 നവംബർ 15-നാണ് തോൽവിറക് സമരം നടക്കുന്നത്. ഇനി ലോക്സഭാ അംഗമായ ആദ്യത്തെ മലയാളി ആരാണ്? ലോക്സഭാ അംഗമായ ആദ്യത്തെ മലയാളി ആരായിരുന്നു? ആനി മസ്ക്രീൻ ആട്ടോ. ഓപ്ഷൻ സി ആനി മസ്ക്രീൻ. ലോക്സഭാ അംഗമായ ആദ്യത്തെ മലയാളി ആരാ? ആനി മസ്ക്രീൻ ആണ്. ഇനി ധർമ്മപോഷിണി സഭ സ്ഥാപിച്ചതാരാ? ധർമ്മപോഷിണി സഭ സ്ഥാപിച്ചതാരാ? നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞ ചോദ്യത്തിൽ ലോക്സഭാ അംഗമായ ആദ്യത്തെ മലയാളിയല്ല, അതായത് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ലോക്സഭാ അംഗമായ വനിതയാട്ടോ. വനിതയാണ് ആര്? ആനി മസ്ക്രീൻ. കേരളത്തിൽ നിന്ന് ലോക്സഭാ അംഗമായ ആദ്യത്തെ വനിതയാണ് ആര്? ആനി മസ്ക്രീൻ എന്ന കാര്യം ഓർത്ത് നോക്കണേ, പറഞ്ഞപ്പോൾ മാറിപ്പോയി. ധർമ്മപോഷിണി സഭ സ്ഥാപിച്ചത് ആരാ? ധർമ്മപോഷിണി സഭ സ്ഥാപിച്ചത് ആരായിരുന്നു? ധർമ്മപോഷിണി സഭ സ്ഥാപിക്കുന്നത് ആരാ? ഓപ്ഷൻ എ വക്കം മൗലവി അല്ലേ? വക്കം മൗലവിയാണ് ഇത് ധർമ്മപോഷിണി സഭ സ്ഥാപിക്കുന്നത്. ഇനി ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ ആരുടെ ആത്മകഥയാണ്? ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ ആരുടെ ആത്മകഥയാ? ഓപ്ഷൻ ഡി കെ ദേവയാനിയുടേതാണ് കേട്ടോ. കെ ദേവയാനി. ചോരയും കണ്ണീരും നിറഞ്ഞ വഴികൾ ആരുടെ ആത്മകഥയാ? കെ ദേവയാനിയുടേതാണ്.